السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ഉലമാക്കളെ, ശ്രോതാക്കളെ, ദേശത്തെപ്പറ്റി 2 പാഠം കഴിഞ്ഞു. ഇന്ന് കിബറിനെ പറ്റിയുള്ള പാഠമാണ്. അഹംഭാവം, അഹങ്കാരം, അഹംഭാവം, ഞാൻ എന്നുള്ള ധാരണ, ഞാൻ. കിബർ ഒരിക്കലും അരുത്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് കിബർ എന്ന് എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല സൂറത്ത് ആറാഫിൽ 12-13 ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين. ചുരുക്കത്തിൽ പറയുന്നു, ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് കൊണ്ട് അള്ളാഹു ഇബ്ലീസിനോട് കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞത്, ഞാൻ ആദമിനേക്കാൾ ഖൈറാണ്, ഞാൻ അഗ്നി കൊണ്ട് എന്നെ സൃഷ്ടിക്കപ്പെട്ടു, ആദമാണെങ്കിൽ കളിമണ്ണിൽ നിന്നും. അപ്പൊ ചുരുക്കത്തില് അപ്പോഴേക്ക് അല്ലാഹു തആല പറഞ്ഞത്, ഇവിടെ നിനക്ക് കിബർ നടിക്കാൻ പറ്റിയ സ്ഥലമല്ല, ഇവിടെ നിന്ന് പുറത്തു പോകണം, നീ നിന്നരിൽ പെട്ടവനാണ് എന്നാണ്. ഇങ്ങനെ സൂറത്ത് ആറാഫിൽ 36-ാമത്തെ ആയത്തിലും കിബറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 48-ലും പറഞ്ഞിട്ടുണ്ട് കിബറിനെ പറ്റി. പിന്നെ കിബറിനെ പറ്റി സൂറത്ത് ആറാഫിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അൻആമിൽ പറഞ്ഞിട്ടുണ്ട്, നഹലിൽ പറഞ്ഞിട്ടുണ്ട്, ഫുർഖാൻ, ഖസസ്, അൻകബൂത്ത്, ലുഖ്മാൻ, സബഅ്, സുമർ, ഗാഫിറിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഫുസ്സിലത്ത്, ദുഖാൻ, ജാസിയ, അഹ്ഖാഫ്, ഹദീദ്, മുദ്ദസ്സിർ, നിസാ, ഇങ്ങനെ ഓരോ സൂറത്തുകളിലും പലയിടങ്ങളിലായിട്ട് കിബറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല എനിക്ക് സന്ദേശം അറിയിച്ചു, വഹി അറിയിച്ചു. എന്ത്? തവാദു ചെയ്യാൻ വേണ്ടി, താഴ്മ കാണിക്കാൻ വേണ്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരുടെ മേലും ഫഖർ നടിക്കരുത്, ഒരിക്കലും കിബർ നടിക്കരുത്, ആരെയും ആക്രമിക്കരുത് എന്ന്. മുസ്ലിമിലുള്ള മറ്റൊരു ഹദീസിലും കാണുന്നുണ്ട്, സ്വതക്കകള് നാം നമ്മുടെ മുതലുകളിൽ നിന്ന് സ്വതക്ക ചെയ്താല് അത് നമുക്ക് അതിൽ നിന്ന് കുറഞ്ഞു പോകൂല. എന്നിട്ട് അല്ലാഹു തആല തവാദു, താഴ്മയുള്ളവരെ ഇവിടെ ഉയർത്തും എന്ന് ഹദീസുണ്ട്. എല്ലാം വളരെ ചുരുക്കത്തിൽ അർത്ഥങ്ങൾ പറഞ്ഞതാണ്. ഓരോ ആയത്തുകളുടെ നമ്പറും അതിന്റെ അർത്ഥവും പറയുകയാണെങ്കിൽ സമയം നീണ്ടുപോകും. ഇനി നമ്മുടെ വിഷയം, ഇങ്ങനെ കിബർ ഉണ്ടായാൽ പലരിൽ നിന്നും ചിലപ്പോൾ നമുക്ക് കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് കിബർ. അത് അവരുടെ വിവരമില്ലായ്മയോ എന്തോ കൊണ്ടായിരിക്കാം. കാരണം കിബർ ഒരിക്കലും നമ്മോട് യോജിക്കാത്ത ഒരു കാര്യമാണ്. കാരണം വലുതാവുക, വലിയവൻ അള്ളാഹു മാത്രമാണല്ലോ. കിബർ പാടില്ല. നമുക്ക് ചിലപ്പോ പല കഴിവുകളും അള്ളാഹു തആല തരുന്നുണ്ട്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള കിബർ, ഞാൻ വലുതാണ്, വലിയവനാണ്, എനിക്ക് പല വിഷയത്തിലും കഴിവുണ്ട് എന്നൊരിക്കലും നമുക്ക് ഇവിടെ ധരിക്കാനുള്ള അവകാശം തന്നെ ഇല്ല. ഏതെങ്കിലും ഒരു ഫന്നിൽ, ഒരു വിഷയത്തിൽ തന്നെ കഴിവുണ്ടെങ്കിലും അതിന്റെ പരിപൂർണമായ കഴിവ് ആർക്കുണ്ടാവില്ല. അതിന്റെ ആഴത്തില്, ആ വിഷയത്തിലുള്ള ഒരു കടലിന്റെ ആഴത്തിലുള്ള അതിന്റെ അടിത്തട്ട് എത്താനുള്ള കഴിവുകൾ അങ്ങനെ ആർക്കും ഉണ്ടാവൂല. ഓരോ വിഷയങ്ങളും വളരെ വലുതാണ്. ഇൽമു എന്നുള്ളത് വളരെ വലുതാണ്. അങ്ങനെ പല വിഷയങ്ങളും പല കഴിവുകളും അല്ലാഹു തആല പലർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വലിയവനാണ്, എനിക്ക് അപാര കഴിവുണ്ട് എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കിബറുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ.
ഇതിൽ വരുന്ന രോഗങ്ങളെ വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇതില് നമ്മുടെ മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കിബറുള്ളവർക്ക് അവരുടെ മനസ്സിന് ഒരുപാട് തകരാറുകൾ ഉണ്ടാകുന്നു. അതിനെപ്പറ്റി പറഞ്ഞത് തന്നെ NPD എന്നാണ്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഈസ് എ മെന്റൽ ഡിസോർഡർ എന്നാ പറഞ്ഞു. അങ്ങനെ കിബറുണ്ടെങ്കിൽ ചുരുക്കത്തിൽ പറയുന്നു അത് മാനസിക പ്രശ്നമാണ്, മാനസിക രോഗങ്ങളിൽ പെട്ടതാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയും കിബറന്മാരെ പറ്റി അതിന്റെ നിർവചനം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈസ് ഫീലിംഗ് ആൻഡ് ഇന്റൻസ് നീഡ് ഫോർ അഡ്മിറേഷൻ. അതായത് അവർക്ക് വല്ലാത്ത ഒരു ഉദ്ദേശം, എനിക്ക് റെസ്പെക്ട്, പ്രശംസ കിട്ടണം എന്നാണ്. ദേ ഫീൽ ദേ ആർ സുപ്പീരിയർ ടു അതേഴ്സ്. ഞങ്ങൾ മേലെയുള്ളവരാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്ന് അവര് ചിന്തിക്കുന്നുണ്ട്. അപ്പോ എന്നിട്ട് അവരെപ്പോഴും NPD people will exhibit trait of the arrogance, dominance, superiority and desire to seek power എന്നാ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എപ്പോഴും ആധിപത്യം, അതുപോലെ തന്നെ സ്വാധീനം, പിന്നെ മേധാവിത്വം, അതേപോലെ തന്നെ മറ്റുള്ളവരിൽ ആധിപത്യം ചെലുത്താനുള്ള ഒരു മനസ്സ്, ഇങ്ങനെയൊക്കെ അവർക്കുണ്ടാകും. അപ്പോഴേക്ക് ഒരിക്കലും ഇത് മനസ്സിന്റെ തകരാറുകളാണ്, ഒരു ജാതി മാനസിക രോഗം എന്ന് നമുക്ക് പറയാം. കിബറുണ്ടായാൽ അത്ര ഉണ്ടാവുകയുള്ളൂ. ഇത് മനസ്സിനെ പറ്റി, മനസ്സിന് ബാധിക്കുന്ന, കിബറുള്ളവന് മനസ്സിന് ബാധിക്കുന്ന രോഗങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതിന് വളരെ ചുരുക്കത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിന് എന്ത് ബാധിക്കുന്നു, ഫിസിക്കൽ എഫക്റ്റ് എന്താ. അപ്പോഴേക്ക് കിബറുള്ളവർക്ക് വരാം എന്നാ പറയുന്നത് ഒരു വലിയ ദുരന്തം. അതായത് വല്ലാത്തൊരു പല പ്രശ്നങ്ങളും അവർക്കുണ്ടാകും. അതേപോലെ തന്നെ അവർക്ക് ചിലപ്പോ ആൽക്കഹോളോ ഡ്രഗോ അടിക്കാനുള്ള ഒരു ചിന്ത അവർക്ക് വരും, കിബറുള്ളവർക്ക്. കാരണം മാനസിക പ്രശ്നമാണല്ലോ ആദ്യം വരുന്നത്, പിന്നെ അത് നമ്മുടെ ശരീരത്തിലോട്ട് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. പിന്നെ അഗ്രസീവ് ബിഹേവിയർ എന്നാ പറഞ്ഞ്, വല്ലാത്ത അക്രമാസക്തമായ സ്വഭാവങ്ങൾ, ആരെയും ആക്രമിക്കുക, ആരെയും തരം താഴ്ത്ത, ആരെയും ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും അവരിൽ നിന്നിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇനി സോഷ്യലായിട്ട്, സാമൂഹികപരമായിട്ട് എന്താ അവർക്ക് ഉണ്ടാക്കുന്നത്? അവിടെ പറഞ്ഞത് പിന്നെ അവർക്ക് വേറൊന്ന് പറഞ്ഞത്, അവരുടെ മനസ്സിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, സാമൂഹ്യത്തിന്റെ കാര്യം പിന്നീട് ഞാൻ പറയുന്നു. സൈക്കോളജിക്കൽ എഫക്ട് വിൽ ഹാവ് ട്രിമൻഡസ് ഇമ്പാക്ട് ഓൺ മെന്റൽ എഫക്ട് എന്നാ പറഞ്ഞത്. അവരുടെ മനസ്സിൽ ഭയങ്കരമായ അത്യധികമായ സംഘട്ടനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും മനസ്സിന്റെ അകത്ത്. ലോ സെൽഫ് എസ്റ്റീം, സ്വയാഭിമാനം അവർക്ക് വളരെ കുറഞ്ഞു പോകും എന്ന് മാത്രമല്ല, ഇൻക്രീസ്ഡ് ഫീലിംഗ് ഓഫ് ഡിപ്രഷൻ ഓർ ആങ്സൈറ്റി, വിഷാദങ്ങൾ ധാരാളം ഉണ്ടാവും എന്ന് മാത്രമല്ല, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ഇൻസൾട്ട് ഓർ ക്രിറ്റിസൈസിസം, മറ്റുള്ളവരെ തരം താഴ്ത്താനോ അവരെ പരിഹസിക്കാനുള്ള വല്ലാത്ത ഒരു ആഗ്രഹങ്ങൾ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാം എന്ന് മാത്രമല്ല, ലാക്ക് ഓഫ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, അവർക്ക് എപ്പോഴും ചുറുചുറുക്കൊരിക്കലും ഉണ്ടാവുകയില്ല. ഇതെല്ലാം മനസ്സിന് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ കിബറുള്ളവർക്ക്. അതുകൊണ്ട് കിബർ കൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭങ്ങളാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നീട് സോഷ്യലായിട്ട് എന്താ, അവർക്ക് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളെ നിലനിർത്താൻ അവർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല എന്ന് മാത്രമല്ല, ബന്ധങ്ങളെ നിലനിർത്താൻ പറ്റൂലല്ലോ. കാരണം ഇവൻ തന്നെ ആണല്ലോ വളരെ വലുത്, പിന്നെ ആരായിട്ട് ബന്ധപ്പെടാനോ ആരായിട്ട് ബന്ധങ്ങളെ നിലനിർത്താനോ ഒരിക്കലും ഇവനക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, സ്കൂളിലോ മറ്റോ എന്തെങ്കിലും നല്ല ഒരു പെർഫോമൻസ് അവന് ചെയ്യാൻ കഴിയില്ല ഒന്നിലും. അവനെ സ്നേഹിക്കുന്നവര് പലരുണ്ടാവുമല്ലോ, അവന്റെ കുടുംബത്തിലും മറ്റും, അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു ദൂരത്താകും. അവനിക്ക് ആ സ്നേഹത്തെ പിടിച്ചു നിർത്താൻ അവനക്കൊന്നും കഴിയില്ല. ലാക്ക് ഓഫ് ദ മീനിങ്ഫുൾ റിലേഷൻഷിപ്പ്, അതായത്
ഒരു അർത്ഥവത്തായ ബന്ധം ഉണ്ടെങ്കിലും ഒരു അർത്ഥമുള്ള ബന്ധം അവനക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. ഡ്യൂ ടു ഡീമീനിങ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്. കാരണം എന്ന് പറഞ്ഞാല് അർത്ഥമില്ലാത്ത ഇവന്റെ സ്വഭാവം, ഭാവം, രീതി കൊണ്ടിട്ട് ഇവനിക്ക് നല്ല അർത്ഥമുള്ള ബന്ധങ്ങൾ പുലർത്താൻ ഒരിക്കലും കഴിയില്ല. ഇങ്ങനെ ഇതിനെപ്പറ്റി പല ശാസ്ത്രജ്ഞന്മാരും ഈ കിബ്രു കൊണ്ട് വരുന്ന തകരാറുകൾ, മാനസിക, ശാരീരിക, സാമൂഹികമായ തകരാറുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ക്രിസ്റ്റോഫർ ബോലാസ് എന്ന് പറഞ്ഞിട്ട് വളരെ ബ്രില്യന്റ് ആയ ഒരു സൈക്കോ അനലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ബുക്കുണ്ട്, ഷഡോ ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യം കിബ്റുള്ളവർക്കുള്ള ദുസ്വഭാവങ്ങളെ പറ്റി, അവർക്കുണ്ടാക്കുന്ന തകരാറുകളെ പറ്റി അദ്ദേഹം പറഞ്ഞു. വളരെ ചുരുക്കിട്ട ഞാൻ പറയുന്നത്, ക്രോണിക് സെൽഫ് ബ്ലെയിം, അവർക്ക് എപ്പോഴും വിട്ടുമാറാത്ത ഒരു സ്വന്തത്തിനെ ആക്ഷേപിക്കുന്ന ഒരു ചിന്ത പിന്നെ വരും. കിബ്ർ ആദ്യം വന്ന് അതിനെ മനസ്സിൽ വെച്ച് നടന്നു, പിന്നെ അങ്ങനെ ആയിരിക്കും. ഞാൻ എന്തോ ഒരു അവസ്ഥയിലാണ് എന്ന് ആയിരിക്കും അവന്റെ ചിന്ത. പിന്നെ എക്കോയിസം കിബ്രന്മാരിൽ നിന്ന് ഉണ്ടാകുന്ന മറ്റൊരു സ്വഭാവമാണ്. എന്തോ ഒരു പേടിപ്പിക്കുന്ന, അവർക്കൊരു പേടി ഉണ്ടാകുന്ന ഒരു സ്വഭാവം. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിൽ പിന്നെ പാരന്റിഫൈഡ് ചൈൽഡ്, അതായത് കുട്ടികൾ പിന്നെ മാതാപിതാക്കളെ അനുസരിക്കൂല. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഞാൻ വളരെ ചുരുക്കിട്ട് ഇവിടെ പറഞ്ഞു, മാനസികമായ ഒരുപാട് സംഘർഷങ്ങൾ അവനക്കുണ്ടാകും, ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമൂഹ്യപരമായ ഒരുപാട് ഡിസോർഡറുകൾ, പ്രശ്നങ്ങൾ അവനുണ്ടാകും. ഇപ്പൊ ചുരുക്കത്തിൽ അവൻ എപ്പോഴും പരാജയപ്പെട്ടവനാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിലും തിരുഹദീസുകളിലും പറഞ്ഞത്, കിബ്ർ ഒരിക്കലും ഉണ്ടാകരുത് എന്ന്. അപ്പൊ ഇസ്ലാമില് ഒരു കാര്യം അരുത് എന്ന് പറയുമ്പോഴേക്ക് നമുക്കതിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട്, അതിലൊരുപാട് ധാരാളം പഠിക്കാനുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത്തരം സ്വഭാവങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ ഉദിക്കാൻ പാടില്ല. മനസ്സ് എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്, എപ്പോഴും ശുദ്ധീകരിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ മഹാത്മാക്കളൊക്കെ ചെയ്തിരുന്നത്. ആദ്യം അവരുടെ മനസ്സിനെ നന്നാക്കിയതാണ്, അതുമൂലമാണ് അവർ അള്ളാഹുവിലേക്ക് എത്തിയത്. അള്ളാഹു താല നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് എത്തുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.